മലപ്പുറത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായുള്ള കൂട്ടായ്മ സംശയത്തിന്റെ നിഴലിൽ പോലീസിന്റെയും അന്വേഷണ ഏജൻസികളുടെയും കണ്ണു വെട്ടിച്ച് രഹസ്യമായി ജിഹാദി പ്രവർത്തനം സജീവമാക്കാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നാണ് സംശയം. ബംഗ്ലാദേശികൾ അടക്കം കൂട്ടായ്മയിൽ ഉണ്ടെന്ന സൂചന. തീവ്ര ഇസ്ലാമിക് സലഫി പ്രസ്ഥാനമായ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനാണ് ഈ കൂട്ടായ്മയ്ക്ക് പിന്നിൽ. പെരിന്തൽമണ്ണ സലഫി മസ്ജിദിൽ ഇവർക്കായി സംഗമവും സംഘടിപ്പിച്ചു. 100ഓളം പേർ ഈ സംഗമത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഭീകരബന്ധമുള്ള ബംഗ്ലാദേശ് സ്വദേശികൾ അടക്കം കേരളത്തിൽ നിന്ന് പിടികൂടിയതിന് പിന്നാലെയാണ് കൂട്ടായ്മ സജീവമാകുന്നത് എന്നതും ശ്രദ്ധേയം. ജനം ബ്രേക്ക് ചെയ്യുകയാണ് ഈ വാർത്ത. വിശദാംശങ്ങളുമായി ചേരുന്നത് ശിവദാസ് കന്മനം. ശിവദാസ്, ആദ്യം ഈ കൂട്ടായ്മ എപ്പോൾ, എന്തിന്, എങ്ങനെ സംഘടിപ്പിച്ചു, അതിന്റെ വിശദാംശങ്ങൾ. തീർച്ചയായും അതുതന്നെയാണ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. എന്തിനായിരുന്നു ഈ കൂട്ടായ്മ എന്നത് തന്നെയാണ് വളരെ വ്യക്തമായി തന്നെ നമ്മൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഈ മാസം 21-ാം തീയതിയാണ് ഇത്തരത്തിൽ പെരിന്തൽമണ്ണ സലഫി മസ്ജിദിൽ ഇത്തരത്തിൽ ഒരു കൂട്ടായ്മ ചേർന്നത്. അതായത് ഇതര സംസ്ഥാനത്തുള്ള മുസ്ലിങ്ങളുടെ മാത്രം ഒരു കൂട്ടായ്മ. അത് കൃത്യമായി തന്നെ ഒരു ലക്ഷ്യത്തോടെ തന്നെയുള്ള ഒരു കൂട്ടായ്മ ആയിരുന്നു. പ്രത്യേകിച്ച് ഇതര സംസ്ഥാന തൊഴിലാളികൾ പലതും ബംഗ്ലാദേശിൽ നിന്ന് അടക്കമുള്ള നിരവധി ആളുകൾ, ഭീകരവാദ ബന്ധത്തിൽപ്പെട്ട ആളുകൾ അടക്കം ഇത്തരത്തിൽ കേരളത്തിലേക്കും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ മറ്റു പല സംസ്ഥാനങ്ങളിലേക്കും എത്തുന്ന ഒരു സാഹചര്യം ഉണ്ട്. പലതും പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇവിടെ ഇത്തരത്തിൽ അതീവ രഹസ്യമായി ഒരു കൂട്ടായ്മ നടക്കുന്നത്. ഈ കൂട്ടായ്മയിൽ ഏകദേശം 100ഓളം പേരാണ് പങ്കെടുത്തത്. അത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ മാത്രമാണ് ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തത് എന്നത് ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് ഈ ഒരു മാസം നമുക്കറിയാം റംസാൻ മാസമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ മറവിലാണ് ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ നടക്കുന്നത്. പ്രത്യേകിച്ച് ഇഫ്താറിന് ക്ഷണിക്കുന്നു എന്ന അത്തരത്തിൽ ആളുകളെ വിളിച്ചു കൂട്ടി, പ്രത്യേകിച്ച് ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ മാത്രം, മറ്റു സംസ്ഥാനങ്ങളിൽ ഉള്ള ആളുകളെ മാത്രം വിളിച്ചു കൂട്ടിക്കൊണ്ടുള്ള ഒരു കൂട്ടായ്മ. അതിനു പിന്നിൽ കൃത്യമായ ലക്ഷ്യമുണ്ട്. ഇത്തരത്തിൽ നിരവധി പഞ്ചായത്തുകളിലും വില്ലേജുകളിലും അടക്കം താഴെ തട്ടിൽ ഇത്തരത്തിലുള്ള നിരവധി കൂട്ടായ്മകൾ അതീവ രഹസ്യമായി തന്നെ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. പ്രത്യേകിച്ച് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ കീഴിലാണ് ഇത്തരത്തിൽ ഒരു കൂട്ടായ്മ നടന്നത്. ഒരു സലഫി പ്രസ്ഥാനം കൂടിയാണ് വിസ്ഡം. ഇസ്ലാമിക കൂട്ടായ്മകളെ രൂപീകരിക്കുന്ന അല്ലെങ്കിൽ അത്തരം ഒരു കൂട്ടായ്മകൾ ഉണ്ടാക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഒരു സംഘടന കൂടിയാണ് വിസ്ഡം. അത്തരത്തിൽ വിസ്ഡം എന്ന സംഘടനയുടെ കീഴിലാണ് ഇത്തരത്തിൽ ഒരു കൂട്ടായ്മ നടന്നത് എന്നത് വളരെ വ്യക്തമാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനയുടെ കീഴിലാണ് ഈ ഒരു കൂട്ടായ്മ നടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാജ ആധാർ കാർഡുമായി എത്തിയ നിരവധി പേരെ പിടികൂടിയിരുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയ ആളുകളാണ് ഇവർ. പ്രത്യേകിച്ച് ബംഗാളികൾ എന്ന പേരിൽ ഇവർ അറിയപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ആ രീതിയിലാണ് ഇവിടെ അവർ വന്ന് താമസിക്കുന്നത്. പല സ്ഥലങ്ങളിലുമുണ്ട്. കൃത്യമായ കണക്കുകൾ ഒന്നും തന്നെ ഇല്ല ഇവരെ കുറിച്ച്. പല ആളുകളും പല സ്ഥലങ്ങളിലേക്കും വന്ന് എത്തുന്നു. വ്യാജ രേഖകൾ ഉണ്ടാക്കി വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിച്ചുകൊണ്ടാണ് അവർ ഇവിടെ കേരളത്തിലേക്ക് എത്തുന്നത്. കേരളത്തിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലും എല്ലാം തന്നെ ഇത്തരത്തിൽ എത്തുന്നുണ്ട്. പലപ്പോഴും നിരവധി ബംഗ്ലാദേശികൾ അടക്കമാണ് ഇങ്ങനെ എത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം മലപ്പുറം ജില്ലയിൽ നിന്നും പൊന്നാനിയിൽ നിന്നും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് പെരുമ്പാവൂരിലും എറണാകുളം പെരുമ്പാവൂരിൽ നിന്ന് അടക്കം ഇത്തരത്തിൽ നിരവധി ആളുകളെ പിടികൂടിയിരുന്നു. ഇങ്ങനെയുള്ള ആളുകൾ ആണ് ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മകളിൽ കൂടുതലായും പങ്കെടുക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെ എടുക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങളിലെല്ലാം തന്നെ കേന്ദ്ര ഏജൻസികളടക്കം അന്വേഷണം നടത്തുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. പ്രത്യേകിച്ച് കേരളത്തിലടക്കം ഭീകരവാദ സാന്നിധ്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ആളുകളെ പിടികൂടിയിരുന്നു. അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ തടിയൻ്റെവിടെ നസീർ അടക്കമുള്ള നിരവധി പേരെ പിടികൂടിയിട്ടുണ്ട് ഭീകരവാദ ബന്ധവുമായി ബന്ധപ്പെട്ട്. അങ്ങനെ കേരളം ഒരു ഭീകരവാദത്തിന്റെ ഒരു ഹബ്ബായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ വളരെ ഗൗരവത്തോടെയാണ് കാണേണ്ടത്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ കൃത്യമായ നടപടി സ്വീകരിക്കുന്നു. അതോടൊപ്പം തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തി. തീർച്ചയായും ശിവദാസ്, അവിടെയാണ് ശ്രദ്ധേയം. കാരണം ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എപ്രകാരമാണ് അനധികൃത ബംഗ്ലാദേശികൾക്കെതിരായ പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാരും അതത് സംസ്ഥാന പോലീസും ശക്തമാക്കിയത് എന്നതിന് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ കൺമുമ്പിലുണ്ട്. റിപ്പോർട്ടുകളിലൂടെ ജനവും പ്രേക്ഷകരിലേക്ക് ഈ വാർത്ത എത്തിച്ചിരുന്നതാണ്. പക്ഷെ കേരളത്തിൽ കൊച്ചിയിൽ നിന്നും പിടികൂടിയ ബംഗ്ലാദേശികളെ നമ്മൾ കണ്ടതാണ്, അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ അല്ലെങ്കിൽ താമസക്കാരെ. അതിനുശേഷവും ഇവിടെ വീണ്ടും ഇപ്രകാരം അനധികൃത കുടിയേറ്റക്കാരുണ്ട് എന്ന വിവരം ലഭിച്ചിട്ടും ഇതിൽ നിസ്സംഗത പാലിക്കുന്നു എന്ന് കരുതണമോ? ഇവർക്ക് നേരെയുള്ള പരിശോധനകൾ പോലും ശരിയായ രീതിയിൽ സംസ്ഥാനത്ത് നടക്കുന്നില്ല എന്ന് വേണോ കരുതാൻ? സിമി, PFI, മാക്സിവൻ ഈ കൂട്ടായ്മകളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഭീകര സംഘടനകളായി പ്രഖ്യാപിച്ചിട്ട് പോലും ഇവരുടെയൊക്കെ വിളനിലമായി കേരളം മാറുന്നു എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട്.
വിവിധതരം വാർത്തകളുണ്ട്. എന്നിട്ട് പോലും ഇതിലൊന്നും നടപടിയെടുക്കാനായി സർക്കാർ ശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ തയ്യാറാവുന്നില്ല എന്നതും നമുക്കറിയാം. തീർച്ചയായും അനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നിരവധി സംഘടനകൾ കേരളത്തിൽ ആഴത്തിൽ വേരൂന്നി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. മുൻപ് കേരളത്തിൽ സിമി പ്രവർത്തിച്ചിരുന്നു. അതിനുശേഷം അവർ പേര് മാറ്റി NDF ആയി. പിന്നീട് സിമിയെയും നിരോധിച്ച് NDF-നെ നിരോധിച്ച് പിന്നീട് PFI പ്രവർത്തിക്കാൻ തുടങ്ങി. PFI-യെയും പിന്നീട് നിരോധിച്ചു. അതിനുശേഷം അവരുടെ മറ്റൊരു മുഖമായ STPI ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. രാഷ്ട്രീയ സംഘടന എന്ന മറവിലാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ലേബലിലാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ ഇത്തരത്തിൽ ഭീകരവാദ പ്രവർത്തനങ്ങളെ താലോലിക്കുന്ന അത്തരത്തിലുള്ള കൂട്ടായ്മകൾ വലിയ രീതിയിൽ തന്നെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരിക്കൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തിയപ്പോൾ കേരളം ഭീകരവാദത്തിന്റെ ഹബ്ബായി മാറുന്നു എന്ന് പ്രത്യേകം എടുത്തു പറയാനുള്ള ഒരു കാരണവും കേരളത്തിൽ അത്തരത്തിലുള്ള സംഘടനകൾക്ക് കൃത്യമായി വളരാനോ അല്ലെങ്കിൽ അവരെ വളർത്താനുള്ള ശക്തികളോ കേരളത്തിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രത്യേകിച്ച് ഭരിക്കുന്നവരുടെ തണലിലാണ് ഇവർ വളരുന്നത് എന്നതാണ് ഏറ്റവും ഗൗരവമായ ഒരു കാര്യം. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സംഘടനകളെ അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ ഒരു നടപടികളും കേരള സർക്കാർ സ്വീകരിക്കുന്നില്ല. അത് LDF സർക്കാർ ആണെങ്കിലും UDF സർക്കാർ ആണെങ്കിലും ശരി, അത്തരത്തിലുള്ള സർക്കാരുകൾ ഒരു തരത്തിലുമുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നതാണ് ഖേദകരം. പ്രത്യേകിച്ച് രാജ്യവിരുദ്ധ ശക്തികളായിട്ടാണ് ഇവരുടെ പ്രവർത്തനം. രാജ്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന സംഘടനകളും ആളുകളും വ്യക്തികളും കൂട്ടായ്മകളും വലിയ രീതിയിൽ തന്നെ കേരളത്തിൽ ഉണ്ട്. അത്തരത്തിലുള്ള കൂട്ടായ്മയുടെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണ സലഫി മസ്ജിദിൽ കണ്ട ഈ കൂട്ടായ്മയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു കൂട്ടായ്മ കേരളത്തിൽ ഇത്തരത്തിൽ നിരവധി സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ എത്തുന്നുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾ, അവരെ അതിഥി തൊഴിലാളികൾ എന്ന് വിളിച്ചുകൊണ്ടാണ് കേരളം ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നത്. പക്ഷേ പലപ്പോഴും അവരുടെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ലഭിക്കുന്ന പശ്ചാത്തലങ്ങൾ പലരും വ്യാജ ആധാർ കാർഡിൽ അടക്കമാണ് ഇവിടെ എത്തുന്നത്. പക്ഷേ ലഭ്യമായ അവരുടെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ അവർ പലപ്പോഴും ക്രിമിനൽ കേസുകളിൽപ്പെട്ട ആളുകളാണ്. അങ്ങനെ നിരവധി ആളുകൾ ഉണ്ട്. കേരളത്തിൽ വന്ന് അടക്കം അത്തരത്തിലുള്ള നിരവധി ക്രിമിനൽ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഏറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും അത്തരത്തിലുള്ള കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. 75% ഇത്തരത്തിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട ആളുകൾ കേരളത്തിലേക്ക് എത്തുന്നതായിട്ടുള്ള കണക്കുകൾ നേരത്തെയെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ കേരളത്തിൽ നടക്കുന്നത്. അതിനെ വളർത്തുന്നതിനുള്ള ഒരു നടപടി മറ്റു കേരളത്തിലുള്ള പല സംഘടനകളും സ്വീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ പലപ്പോഴും ഇതെല്ലാം തന്നെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് ഒരു മതേതര സ്വഭാവം ഉള്ള സംഘടന എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള STPI-യെയും ജമാഅത്തെ ഇസ്ലാമിയെയും പോലുള്ള സംഘടനകളെ വളർത്തുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അവരെ താലോലിച്ചുകൊണ്ട് അവരെ കൂട്ടി ചേർന്നുകൊണ്ടുള്ള പ്രവർത്തനം മുസ്ലിം ലീഗ് അടക്കം ചെയ്യുന്നുണ്ട്. കേരളത്തിൽ തുറന്ന് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ഇത്തരത്തിൽ പരസ്യമായി തന്നെ ഇങ്ങനെയുള്ള സംഘടനകൾക്ക് കൃത്യമായ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നത് വളരെ ഖേദകരവും ഗൗരവമായി കാണേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി NDA അടക്കം കേരളത്തിൽ വ്യാപകമായ രീതിയിൽ പല സ്ഥലങ്ങളിലും റെയ്ഡ് നടത്തുന്നു. STPI കേന്ദ്രങ്ങളിലെല്ലാം തന്നെ കൃത്യമായ പരിശോധനകൾ നടക്കുന്നു. പക്ഷേ കേന്ദ്ര ഏജൻസികൾ മാത്രമാണ് ഇതിൽ ഇടപെടുന്നു എന്നതുകൂടിയാണ്. ശിവദാസ്, എന്തായാലും ഈ ഒരു കൂട്ടായ്മയുടെ വാർത്തയും നമ്മൾ പുറത്തേക്ക് വിടുമ്പോൾ ഈ ഒരു വാർത്തയും വളരെ ഗൗരവത്തോടുകൂടി കേരള സമൂഹം ചർച്ച ചെയ്യും എന്നതിലും വരും ദിവസങ്ങളിൽ നടപടി ഉണ്ടാകുമെന്നതിലും തർക്കമില്ല.